ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ RRB JEE സ്റ്റഡി വ്ളോഗിൻ്റെ ഡേ 9 ആണ്. ഇനി വീട്ടിലാവില്ല, അപ്പോൾ വെറുതെ റൂമിൽ അടച്ചിരുന്ന് ടേബിളിലെ മണ്ടയ്ക്ക് പഠിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഞാൻ പതിവ് പോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ബുക്കും എടുത്തിട്ടുണ്ട്. നമ്പർ സിസ്റ്റം തുടങ്ങാൻ വേണ്ടി തന്നെ. നമ്പർ സിസ്റ്റം തീർത്തിട്ട് വേണം എനിക്കിനി അടുത്തതിലോട്ട് പോകാൻ. അപ്പോൾ നമ്പർ സിസ്റ്റം വീണ്ടും എടുത്തു. അപ്പോൾ ഇന്നലെ നോക്കിയ പോർഷൻസൊക്കെ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി, കാരണം കണ്ടിന്യൂഷൻ വരണമല്ലോ. അങ്ങനെ കുറേ നേരം വേണ്ടി വന്നു എല്ലാം ഒന്നും കൂടെ ഒന്ന് പൊടിത്തട്ടിയെടുക്കാൻ. ഇന്നലെ മെഞ്ഞാന്നൊക്കെ നോക്കിയതാണേലും ഞാൻ പറഞ്ഞില്ല, ചില പോർഷൻസൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചധികം ടൈം വേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് മനസ്സിലാക്കാനും ഒക്കെ ഇതാക്കാൻ. ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യനാണെന്ന് വിചാരിക്കും. ബട്ട് അത് ചെയ്യേണ്ട മെത്തേഡ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഈ എക്സാംസിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ടൈമിന് നല്ല ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഉണ്ട്. അതായത് എങ്ങനെ ചെയ്യാം, എന്ത് ചെയ്യാമെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി വെക്കണം. നമുക്ക് അറിയാമെന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സ്പീഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ബാക്കി പോർഷൻസ് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നലെ സം ഓഫ് പ്രോഡക്റ്റ്, ഫാക്ടേഴ്സ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, അത് സംഭവങ്ങളൊക്കെ നോക്കി റിമൈൻഡർ, തിയറം വരെ നോക്കി നിർത്തി. ഇന്നൊരു വൈകുന്നേരം വരെ എനിക്ക് സമയം വേണ്ടി വന്നുള്ളൂ ഇതെല്ലാം ഒന്ന് തീർക്കാൻ. പക്ഷേ ഇതിൻ്റെ ബാക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ പോർഷൻസും കൃത്യമായിട്ട് പഠിച്ചാലും. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, എല്ലാം ഒരുമാതിരി എന്താ പറയുക, ന്യൂ ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ പല പല ട്രിക്സാണ് ഉപയോഗിച്ചേക്കുന്നത്. ഈ ട്രിക്സ് എല്ലാം നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എങ്ങനെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇന്നുകൊണ്ട് എൻ്റെ തീർന്നില്ല. ഈ നമ്പർ സിസ്റ്റം മാത്രം പഠിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ 1 ഡേ സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത് കുഞ്ഞു ലെങ്ത്തുള്ള വീഡിയോസായി മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അത് എന്താ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഇന്നലെ ഞാൻ ചെറുതായി പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് നമ്പർ ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ഏതാണെന്നുള്ളത്. അത് 28 ആണ്. ഓക്കെ, 28 ആണ് പെർഫെക്റ്റ് നമ്പർ. ഇനി 3 ഡിജിറ്റ് നമ്പർ ചോദിച്ചാൽ 496, 4 ഡിജിറ്റ് ആകുമ്പോൾ 8128, 8128. ഇതാണ് ഇന്നത്തെ അറിവ്. ഓക്കെ, ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചിരി കടയായിട്ട് ക്വസ്റ്റ്യൻ തന്നാലോ. ഇപ്പം ഞാൻ ദിവസവും ഓരോ ക്വസ്റ്റ്യൻസും ഓരോ അറിവും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ എനിക്കൊരു മോട്ടിവേഷൻ, പ്ലസ് നിങ്ങൾക്കും സ്വയം ഒരു മോട്ടിവേഷൻ കിട്ടും. അത്രയേ ഉള്ളൂ. ഇന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ത്? ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു, ടാറ്റാ.